എന്തോ ഒരു ജോലിയാണെന്ന് പറഞ്ഞോട്ടെ, ഒരു തന്തയും മോനും അങ്ങ് രാഷ്ട്രീയം കളിച്ചങ്ങ് നടക്കുക. എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? അതുമില്ല. ഒരു കൊച്ചു പെണ്ണ് നിൽക്കുന്നു, 10-33 വയസ്സുണ്ട്. അതിനെ കെട്ടിച്ചു വിടണമെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതുമില്ല. എൻ്റെ വീട്ടുകാരുള്ളത് കൊണ്ട് ഒരു വീട് വെച്ച് തന്ന് കുറച്ച് പൈസയും ഫിക്സ്ഡ് ഇട്ട് തന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. അല്ലായിരുന്നൊക്കെ കാണാമായിരുന്നു. എന്തുവാ, എന്തൊരു മനുഷ്യരായത്? രാഷ്ട്രീയക്കാരനാണെന്നും പറഞ്ഞിട്ട് അങ്ങ് നടക്കുക അങ്ങ്. ഓ, എനിക്ക് എൻ്റെ ദേഷ്യം കൂടെ വരുന്ന എനിക്ക്. നിന്നെക്കുറിച്ചായി പറഞ്ഞു കേട്ടോ. കേട്ടോ, മനസ്സിലായി. അച്ഛനെ കൂടെ ചേർത്താം. നിന്നെയാടാ പോവാ ചേർന്ന്. നീ രാഷ്ട്രീയത്തിലങ്ങ് മറക്കി വന്നല്ലോ. പിന്നെ തന്ത പറയാൻ ഉണ്ടാക്കി വെച്ചേക്കല്ലേ. എടാ, എൻ്റെ കാലത്തെ രാഷ്ട്രീയമല്ല, മനസ്സിലായില്ലേ? എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ നീ ഒരു വലിയ രാഷ്ട്രീയക്കാരനാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്കും ആയില്ല. നിന്നെ കൊണ്ട് ആഗ്രഹം സാധിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ കേട്ടില്ലെങ്കിലും എൻ്റെ പിള്ളേരെ രാഷ്ട്രീയം തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനൊക്കെ പെണ്ണ് കിട്ടുന്നുണ്ടായോ? എടാ, എൻ്റെ കാലത്തെ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, ആൾക്കാർക്ക് ബഹുമാനമായിരുന്നു. നിൻ്റെ കാലമായപ്പം അത് പോയി. ഇനി നിൻ്റെ പിള്ളേരുടെ കാലമാകുമ്പോൾ ഉണ്ടല്ലോ, ഒരു പുല്ലും കാണത്തില്ല, ഒരു വിലയും കാണത്തില്ല. എടാ, എന്തോ ഭാഗ്യത്തിന് എനിക്ക് പെണ്ണ് കിട്ടി, അതുകൊണ്ട് ഈ കുടുംബം നടന്നു പോകുന്നു. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാക്കുക, എന്നിട്ട് മതി പെണ്ണ് കിട്ടലും പിള്ളേരുണ്ടാക്കലും ഒക്കെ. പിള്ളേരുണ്ടാക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? എന്നാൽ എനിക്കോട് സംസാരിക്കാനുണ്ട്. മോളിരിക്കുക, കഴിക്കാം. കഴിക്കുന്ന കാര്യം തന്നെ പറയാനായിരിക്കുന്നത്. എനിക്കൊരു കല്യാണം കഴിക്കണം. എവിടുന്നാ മോളെ? എനിക്ക് ചാറ്റ് ചെയ്യുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. ചാറ്റ് ചെയ്യുന്നോ? ചാറ്റ് വേലെന്നാണോ? ചാറ്റ് ചെയ്യുന്നു. ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഇല്ല. ഫോട്ടോയുടെ സ്ഥാനത്ത് പൂവിന്റെ പടവാ. ഫോട്ടോ ഇല്ല, കണ്ടിട്ടില്ല ആളെ. ഓ, വേറെ പാർട്ടിക്കാരൻ. മോളെ ആളെ അറിയാതെ എങ്ങനെ അച്ഛൻ നടത്തി തരുന്നേ? ആളെ കണ്ടാൽ മതിയോ? എനിക്ക് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് എനിക്കൊരു ആലോചന വന്നിട്ടുണ്ട്. എന്നാൽ അത് നടത്തിത്താ. കവടിയാർ കൊട്ടാരത്തിൽ നിന്നോ? രാജകുടുംബം വന്നല്ലോ. രാജാവാണോ? അല്ല, സെക്യൂരിറ്റിയുടെ മോനാ. അച്ഛനുമായിട്ട് സംസാരിച്ചു. മോന് കെട്ടാൻ മുട്ടി നിൽക്കുക എൻ്റെ കൂട്ട് തന്നെ. അതുകൊണ്ട് കല്യാണം കഴിച്ച് സെറ്റായിട്ട് ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊട്ടാരവും കാണാം, അവിടെ എല്ലാം പോവുകയും ചെയ്യാം. കല്യാണം ഇപ്പം നടത്തണം. പക്ഷേ മോളെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മോള് നേരിട്ട് സംസാരിക്കാതെ എങ്ങനെ കല്യാണം നടക്കുന്നേ? എനിക്ക് റോഡിൽ നിന്നൊരു ആലോചന വന്നിട്ടുണ്ട്. റോഡിൽ നിന്നോ? ഞാൻ ഇന്നലെ അവിടോട്ട് ഇറങ്ങിയപ്പോൾ എന്നും റോഡിൽ കൂടെ തേരാ പാരാ പോകുന്ന ഒരു ചെറുക്കനെ ഞാൻ നോക്കി സൈഡ് അടിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തോന്ന് വെച്ചാൽ ഇപ്പം പറയണം, വൈകുന്നേരം ആ ചെറുക്കൻ അതുവഴി പോകും. എനിക്ക് യെസ് ഓർ നോ പറയാനുള്ളതാ. എടി, ഞാൻ പാർട്ടിയിൽ എന്തെങ്കിലും ആവാതെ നിന്റെ കല്യാണം നടത്തത്തില്ല. പാർട്ടിയിൽ എന്നാവാനാ? നീ പാർട്ടിയിൽ എന്തെങ്കിലും ആവുകയാണെങ്കിൽ എൻ്റെ പൊന്ന് ചേട്ടാ, എനിക്ക് 97 വയസ്സാവും. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു പൂവോ ബൊക്കയോ വല്ലോ എൻ്റെ ശവമാടത്ത് കൊണ്ടുവച്ചിട്ട് എൻ്റെ പൊന്നുമോക്ക് സ്വർഗത്തെ നിത്യശാന്തി ലഭിച്ച് അവിടെ നല്ല രീതിയിലുള്ള കല്യാണം നടത്തണമെന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അച്ഛൻ വേണ്ട, അച്ഛൻ അപ്പോഴത്തേക്ക് തീരും. നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് ശാപമാണോ? 32 വയസ്സായ ഒരു പെണ്ണിന്റെ ശാപം. 32ഓ? 33. അറിയാം എനിക്ക്. നടത്തി തരുവോ ഇല്ലയോ? എടി, നിന്റെ കഴുത്ത താലി ഇടുന്നതിനെ പറ്റി ഞങ്ങൾക്ക് കുറെ ഡിമാൻഡുകൾ ഉണ്ടെന്ന്. എന്റെ പൊന്നു ചേട്ടാ, ഈ പറഞ്ഞ ഡിമാൻഡൊക്കെ എനിക്കും ഉണ്ടായിരുന്നു 10-22 വയസ്സ് വരെ. പിന്നെ ഓരോ വർഷം കഴിയുന്നതിനും എൻ്റെ ഡിമാൻഡുകൾ കുറഞ്ഞു വന്നു. ഇപ്പം എൻ്റെ ഡിമാൻഡ് എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരാളെ ഒന്ന് കെട്ടിയാൽ മതിയെന്ന്. കുടുംബവും വേണ്ട, ഭാവിയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളിങ്ങനെ നിന്ന് കഴിഞ്ഞാലേ എൻ്റെ കാര്യം അവതാളത്തിലാവും. എന്തായാലും നമ്മുടെ പാർട്ടിയിൽ ഒരു അംഗത്തിനെ കൊണ്ട് നിന്നെ കെട്ടിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചാണക്യതന്ത്രം പറഞ്ഞിരട്ടെ. ചാണക്യതന്ത്രം കേട്ടോ? പറ മോളെ. നിങ്ങളിപ്പോൾ എന്നെ കല്യാണം കഴിപ്പിക്കുന്നു. അടുത്ത വർഷം എനിക്കൊരു കുട്ടിയാവുന്നു. ആ കുട്ടി ഞാൻ പാർട്ടി ചേർക്കുന്നു. അതിൻ്റെ അടുത്ത വർഷം വേറൊരു കുട്ടി ഉണ്ടാവുന്നു. അതിനെ പാർട്ടി ചേർക്കുന്നു. അടുത്ത വർഷം ഇങ്ങനെ കുട്ടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം നിങ്ങളുടെ പാർട്ടിയുടെ അംഗബലം വളർന്നില്ലേ? അപ്പം എന്നെ കെട്ടിച്ച് വിട്ടൂടെ? ബുദ്ധിപരമായി ചിന്തിക്കൂ. ഇതൊന്നും ശരിയാവും തോന്നില്ല. പെങ്ങളുടെ കല്യാണം നടക്കത്തില്ല. ഇല്ലാത്ത പാർട്ടിയിൽ ഇല്ലാത്ത അണികളെ ഉണ്ടാക്കുന്നതേ നടക്കൂ. ഇങ്ങനെ നിന്ന് പോവത്തേ ഉള്ളൂ. അമ്മ പറയുന്നത് സത്യമാ. 2 പാഴുകളാ. പ്രസൂട്ട് എടുക്കാം. ഇവിടെ കുറച്ചുകൂടത്തേക്ക് പുറത്തോട്ട് ഇവിടെ ഉണ്ട്. അതെനിക്കും തോന്നുന്നു. നിന്റെ ഫോണല്ലേ? എന്നാ പിടി, അതെ വിളിക്കുന്നു. ഹലോ, പറടാ. ആണോ? ശരി, ഞാൻ വിളിച്ചോ. അച്ഛാ, നമ്മുടെ ബ്രഹ്മാനന്ദനെ പുറത്താക്കിയെന്ന് പാർട്ടിയിൽ നിന്ന്. ബ്രഹ്മാനന്ദനെയോ? എടാ, എതിർ പാർട്ടിയിലെയോ? പിന്നെ എടാ, അവനല്ലടാ പാർട്ടിയിലെ ചാണക്യൻ. അതെ, ബുദ്ധിജീവി. അവനെന്തിനാ പുറത്താക്കിയത്? എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ പുറത്താക്കിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കാര്യം തിരക്കില്ലേ? എനിക്ക് സന്തോഷമായി. എടാ, ഇതാണ് അവസരം. നീ ബ്രഹ്മാനന്ദനെ നമ്മുടെ പാർട്ടിയിൽ കൊണ്ടുവരണം, മനസ്സിലായോ? ആ പാർട്ടിയിലെ തന്ത്രങ്ങൾ മൊത്തം മെനയുന്ന അവൻ ഒറ്റ ഒരുത്തനാ. നമ്മുടെ പാർട്ടി വന്ന് നീ ആരായി? നിനക്ക് പാർട്ടിയിൽ എന്തെങ്കിലും ആവാൻ പറ്റും. ഇത് തന്നെ സമയം. ചാണക്യ തന്ത്രം. കൊള്ളാച്ചാ.
രമാനന്ദ, നിൻ്റെ ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ വന്ന് കണ്ടത് നിൻ്റെ എതിർപ്പാർട്ടിക്കാരനായിട്ടല്ല, നിൻ്റെ ആ പഴയ സുഹൃത്തായിട്ടാണ്. പാർട്ടിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ആ കണ്ണിച്ചോരില്ലാത്തമാർ നിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇത്രയും നാൾ നിന്നിട്ട് നീ എന്തോ ഉണ്ടാക്കിയതാ? ഈ ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിച്ചാലോ? നമുക്ക് ആ വിഷയം വിടാം. പാർട്ടി പോലും എന്ത് പാർട്ടി? എൻ്റെ ജീവിതം മൊത്തം പാർട്ടിക്ക് വേണ്ടി കൊണ്ട് കളഞ്ഞവനാണ് ഞാൻ. എൻ്റെ കൈക്കാശ് പോലും കൊടുത്ത് ഞാനേ പല ആവശ്യങ്ങളും പാർട്ടിക്ക് വേണ്ടി സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. എല്ലാം ഞാൻ പാർട്ടിക്ക് വേണ്ടി കൊടുത്തത്. അപ്പം ലാസ്റ്റ് വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോലും, പാർട്ടിയിൽ നിന്ന് ഒഴിവാകണമെന്ന് പോലും. ഞാൻ മാറി നിന്നേക്കാം. നിനക്കറിയാമോ, ഈ മണ്ഡലത്തിൽ പാർട്ടി ഇത്രയും വളർത്തിയതേ എൻ്റെ തലച്ചോറാണ്. എന്നിട്ടിപ്പം ഞാൻ പുറത്ത്. ഇനി എന്താ നിൻ്റെ തീരുമാനം? തീരുമാനം എന്തോ, ഈ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റത്തില്ല. ബോംബെയിലോട്ട് വല്ലതും പോകണം. ഞാനിവിടെ ജീവനുള്ളപ്പം നീ എങ്ങോട്ടും പോകണ്ട. നീ എൻ്റെ വീട്ടിലോട്ടോ. അവിടെ നിന്നെ സ്നേഹിക്കാൻ കുറേ ആളുകളുണ്ട്. എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാനെന്തെങ്കിലും ചോദിച്ചോടാ, നീ വാ. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ പഴയ കാലം? സ്കൂളിൽ നമ്മളോട് വിമല ടീച്ചർ എന്താവണമെന്ന് ചോദിച്ചപ്പോൾ ഒരേ സ്ഥലത്ത് നമ്മൾ പറഞ്ഞത് രാഷ്ട്രീയക്കാർ. അത് നീ മറന്നോ? അന്ന് നമ്മൾ ഒരു പാർട്ടി ചേരായിരുന്നായിരുന്നു, പക്ഷെ കാലം നമ്മളെ 2 പാർട്ടിക്കാരാക്കി. അങ്ങനെ പോട്ടെ. നീ എങ്ങോട്ടും പോകുന്നില്ല. മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് നിന്നെ അറിയാം. എൻ്റെ മനസ്സൊന്ന് ശാന്തമാകുന്ന വരെ നീ എൻ്റെ വീട്ടിൽ വന്നേക്ക്. ഉറങ്ങ്. നിന്റെ തലച്ചോറ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയാടാ, തെണ്ടി. ടൈല് കുത്തി ഇളക്കുമോ? ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതൊക്കെ നിസ്സാര കാര്യമല്ലേ? ഇപ്പം എന്നെ തന്നെ എത്രയോ തവണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്നിട്ട് എന്താ തിരിച്ചെടുക്കാഞ്ഞേ? നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. എന്നെ പുറത്താക്കിയെങ്കിലും ആ കസേര എപ്പോഴും ഒഴിഞ്ഞാൽ കിടക്കുക. അതാ. അവരിപ്പോൾ തൂക്ക് വിറ്റ് കാണും ആഗ്രഹക്കാർക്ക്. പിന്നെ മോനെ ഇവിടെ കഴിയുന്നൊരു വിഷമമല്ലോ ഉണ്ടോ? എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അച്ഛാ. പിന്നെ എല്ലാം പാർട്ടിയായിരുന്നു എനിക്കെല്ലാം. ഞങ്ങളും അങ്ങനെയാണ് ജീവിക്കുന്നത്. മക്കള് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ കഴിയാം കേട്ടോ, ഒരു വിഷയവുമില്ല. ഇത് മോളാ മനസ്സിലായില്ലടാ? ചിന്നു. ഓ അയ്യോ എടാ, എൻ്റെ അമ്മയെ ഞാൻ പണ്ട് വരുമ്പം ചിന്നു ഇത്രയേ ഉള്ളായിരുന്നു, കുഞ്ഞായിരുന്നു. എന്തോ കൊച്ചുനാളി പിള്ളേർ അങ്ങ് ഇത്രയാവോ? അല്ല, ഞാൻ പറഞ്ഞതേ, ഞാൻ ഇവൻ്റെ കൂടെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വീട്ടിൽ വരുമ്പോൾ ചെറിയ നിക്കറൊക്കെ ഇട്ട് മൂക്കൾ ഒലിപ്പിച്ച് വിളയിക്കുന്ന കൊച്ചിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ മനസ്സിൽ. നിക്കറ് ഞാൻ ഇപ്പോഴും ഇടാറുണ്ട് ചേട്ടാ. അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ പാൻറ് വലിച്ചേറ്റിട്ടേക്കുന്നത്. ചിന്നു ഇപ്പം എന്താ ചെയ്യുന്നേ? പഠിത്തം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. 15 കൊല്ലത്തിന് മുന്നേ. കല്യാണത്തിനൊക്കെ ഞങ്ങൾ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. തുടർന്ന് പഠിക്കണമെന്നാണ് പറയുന്നത്. എന്താ ഇനിയും തോക്കാനോ? അതിന് നല്ലത് 10ാം ക്ലാസ് എഴുതിയെടുക്കാൻ പറ. എടാ, റൂം കൊണ്ട് കാണിക്കേ. ഇഷ്ടപ്പെട്ട റൂം ഏതാണെന്ന് വെച്ചാൽ അവളങ്ങ് താമസിച്ചോ. ചുമ. അച്ഛാ, ചേട്ടനി ഇവിടെ നിൽക്കാനാണോ തുടർന്ന്? അതെ. മോനെ, റൂം കൊണ്ടൊന്ന് കാണിക്കേ. അച്ഛനും അമ്മയും എവിടെ കിടക്കുന്നേ? ഞങ്ങൾ ഒരുമിച്ച് കിടക്കുന്നേ. ഇത് ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് കിടക്കാനോ? അല്ല, ഏത് റൂമിലാന്ന് അറിയാൻ വേണ്ടിട്ടാ, മേളിലാണോ താഴെയാണെന്ന് അറിയാൻ ചോദിച്ചത്. അതെ അതെ, ഞങ്ങൾ താഴെയാ. മോളിൽ പൊക്കോ. മേലെ. അച്ഛാ, ആ ചേട്ടൻ ഇനിയും തൊട്ട് ഇവിടെ നിൽക്കാനാണോ? ആ, അതെന്താ അങ്ങനെ? എൻ്റെ രാഷ്ട്രീയ തന്ത്രം. എങ്കിൽ ഞാൻ വളയ്ക്കട്ടെ. എന്തിന്? എന്റെ തന്ത്രം. തന്തക്കിട്ടന് തന്ത്രം ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. മോളെ, അവൻ്റെ സ്വഭാവം നിനക്കറിയാവോ? സ്വഭാവമൊക്കെ എന്തിനാ അറിയുന്നേ? ഞാൻ മേലോട്ട് ഷിഫ്റ്റ് ചെയ്യട്ടെ?
വേണ്ട. ഞാൻ വളയ്ക്കും. തന്തയുടെ തന്ത്രം പാളായിരുന്നാൽ മതിയായിരുന്നു. ഇല്ലില്ലേ വളയ്ക്ക പാളത്തില്ല. അപ്പോൾ ഒരുപാട് അനുഭവിച്ചല്ലേ? ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും എന്നെ ആരും മനസ്സിലാക്കിയില്ല അച്ഛാ. ഒരു കല്യാണം കഴിച്ചാൽ മതി, എല്ലാം ശരിയാവും. അതിന് നീ എന്തോ കേട്ട്? ഞാൻ ഒന്നും കേട്ടില്ല. സാധാരണ ഒരു നാട്ടുവർത്താനം ഇല്ലയോ? ആരെന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നാട്ടിലങ്ങനെയല്ലേ പറയുന്നേ? മോൾ അച്ചാർ നക്കിയിട്ടാണ് വന്നത്. നല്ലപോലെ എരിയുന്നുണ്ടല്ലോ. ആത്മകഥ. മോൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ടോ? അതോ? ബന്ധുക്കളില്ല അച്ഛാ. ഞാൻ ആരുമായിട്ടും അങ്ങനെ സഹകരണമില്ല. വിഷമിക്കണ്ട, ഞാനില്ലേ. ഇവിടെ എല്ലാവരും ഇല്ലേ? ചേട്ടന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, പെണ്ണ് പൊണ്ണുണ്ട്, പെണ്ണുണ്ട്. ഞങ്ങളെല്ലാവരും ഇല്ലേ? ടെൻഷൻ അടിക്കല്ലേ? ടെൻഷൻ അടിക്കല്ലേ? ഇല്ല, ടെൻഷൻ ഇല്ല. ഭാവിയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ചിന്തിച്ചെടുത്തൂടെ വെച്ചാ? സമയമുണ്ടല്ലോ, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരുപാട് പ്ലാൻ എനിക്കുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ജീവിക്കാൻ ചേട്ടാ. വെള്ളം നോക്കട്ടെ. ശരിക്കും മോനിപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പം 37 വയസ്സായി. 4 വയസ്സൊരു ഡിഫറൻസേ അല്ല. 37 വയസ്സല്ലേ? ഈ പ്രായത്തിൽ മോനൊരു ജോലി വേണം. നാളൊരു കാലത്ത് കല്യാണം കഴിച്ച് ജീവിക്കുമ്പം ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ളത് നല്ലതാ. അതൊക്കെ വെറും വിദ്യാധാരണയല്ലേ? വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നതിനെ പറ്റി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചേട്ടാ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നത് ചേട്ടന് ഇഷ്ടമാണോ? അല്ല, സാധാരണഗതിയിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് ചേട്ടന് എന്താ അഭിപ്രായം? എന്താ താല്പര്യമില്ലല്ലോ? ഇല്ലല്ലേ അച്ഛാ? ഇല്ലെന്ന്. ഐ ലൈക്ക് ടു ബി എ ഹൗസ് വൈഫ്. പിന്നെ ഈ കുടുംബമൊക്കെ ആകുമ്പോൾ നല്ലൊരു പ്ലാനിങ് വേണം കേട്ടോ. നല്ല പ്ലാനിങ് ഉണ്ടല്ലോ. വിവാഹശേഷം ഞങ്ങൾക്ക് 3 കുട്ടികൾ വേണം. 3 കുട്ടികൾ. അപ്പം ഇതിനകത്ത് ചേട്ടന് 3 കുട്ടികളെന്നാണ് പറഞ്ഞേക്കുന്നത്. 3 കുട്ടികൾ, 1 2 3. മോളെ, ആണുങ്ങൾ ഇടത്തെ കൈയല്ല വലത്തെ കൈയാ നോക്കുന്നത്. 1 2 3. അയ്യോ, 5 കുട്ടികൾ. എനിക്കും അതാ ഇഷ്ടം. എൻ്റെ ഭാഗ്യം. മോൻ്റെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ കുട്ടിക്കാലമൊക്കെ അങ്ങ് കുറ്റിക്കാലം തരുന്ന വെച്ചാൽ മാമൻ്റെ കൂടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. വീട്ടിൽ മാമൻ്റെ കൂടെ താമസിക്കുന്നെങ്കിലും അമ്മയൊക്കെ ഒരു വേലക്കാരിയുടെ കൂട്ടായിരുന്നു മാമൻ കണ്ടിരുന്നത്. 3 നേരം ഭക്ഷണം തരും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛാ. മോൻ ബാക്കി കഥ പറ, കേൾക്കാൻ നല്ല രസമുണ്ട്. അതെ അച്ഛാ, അമ്മ മരിച്ച ശേഷം ഞാനിവിടെ നേരെ ബോംബെക്ക് പോകുമായിരുന്നു. ബോംബെ പോയി കുറേ ബിസിനസ്സൊക്കെ ഞാൻ ചെയ്തു നോക്കി. പക്ഷെ ഒന്നും അങ്ങോട്ട് സക്സസ് ആയില്ല. കഴിക്കാൻ ആഹാരമില്ല, കയ്യിൽ പൈസയില്ല. എന്തിന് ഷൂ വരെ ഞാൻ പോളിഷ് ചെയ്ത് നോക്കി അച്ഛാ. ഒന്നും അങ്ങോട്ട് റെഡി ആകാത്തതുകൊണ്ട് അവിടുന്ന് നേരെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുറച്ച് നാൾ അവിടെ തങ്ങി. രാവിലെ ഉണരുമ്പോൾ ട്രെയിനിൻ്റെ വൃത്തികെട്ട സൗണ്ട് കേട്ടാ അച്ഛാ എന്നും രാവിലെ എണ്ണീക്കുന്നത്. കരയുന്നേ? പാളം തെറ്റി ഓടുന്നൊരു ട്രെയിനാണ് അവള്. അതിൻ്റെ നിലവിളിയാ. മതി അനുഭവിച്ചത്. ഒരുപാട് അനുഭവിച്ചല്ലേ, ഇനി അനുഭവിക്കാൻ ഞാൻ എങ്ങും വിടൂല. മോൾ ആ പിടി വിട്, അല്ലെങ്കിൽ അവൻ ഇനി അനുഭവിക്കും. മോനൊരു കാര്യം ചെയ്യും, കിടന്നുറങ്ങും. സമയം ഒരുപാടായി. ചെല്ല്. അച്ഛാ, ആ ചേട്ടൻ ഒരുപാട് വിഷമിച്ചാ പോയത്. ഇന്ന് ചിലപ്പോൾ ആ ചേട്ടൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി മോളിൽ സമാധാനിപ്പിക്കാൻ. ഉറങ്ങാൻ നോക്കുമ്പോ കിടന്ന് വേണ്ടെങ്കിൽ വേണ്ട.
നീ എന്ത് ഇവിടെ ഒരു ഡെഡ് ബോഡി കാണണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ ഇപ്പം എന്തുവാ അനുഭവിച്ചോ പോലീസ് സ്റ്റേഷൻ കേസ് വരുമ്പോ രാത്രി ഉറക്കവും പോയി. ഉറങ്ങിയിട്ടില്ല, എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. നീ എവിടെ പോന്നു? ഭയങ്കര ചൂട്, മോളിൽ ഇച്ചിരി കാറ്റ് കൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. നിന്റെ റൂമിൽ മാത്രം എന്തോ ഇത്ര വലിയ ചൂട്? ഫാൻ വർക്ക് ചെയ്തിട്ട് ഞാൻ എത്ര ദിവസം കൊണ്ട് പറയും ഒന്ന് ശരിയാക്കി കൂടെ? ചേട്ടനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഫാൻ കറങ്ങുന്നല്ലോ. കറങ്ങുന്ന ശരിയായി. ഭയങ്കര മാജിക്കാന്നേ. അതെ, നീ ഇവിടെ നിന്ന് കറങ്ങാതെ പോയി കിടന്നുറങ്ങടി. ആഹാ, നീ ഇനി ഇറങ്ങി വരുന്ന എനിക്കൊന്ന് കാണണം. ആ പയ്യൻ വന്നപ്പം മുതൽ നീ കിടന്ന് കറങ്ങും. എന്താടാ കാര്യങ്ങളൊക്കെ? അച്ഛാ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അച്ഛാ. അവൻ ബുദ്ധിയുള്ളവനാ, അവനെ നീ വിടരുത്. അവൻ പറഞ്ഞു തന്ന പല കാര്യങ്ങളും ഞാൻ പാർട്ടി പോയി പറഞ്ഞു. എനിക്ക് അവിടെ കിട്ടിയ വില അച്ഛനൊന്ന് കാണണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനോട് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? പക്ഷെ പ്രശ്നം ഇതല്ല, അവർക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്കറിയാം. ഇവിടെ കാണിച്ചു കൂട്ടി നീ കണ്ടില്ലല്ലോ. അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. ആ, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? ഡീ, എന്ത് ചെയ്യുക? ചേട്ടൻ ഉറങ്ങുമെന്ന് നോക്കിയതാ. അവനോടില്ല, പുറത്തു പോയിരിക്കുക. അച്ഛാ, നമുക്ക് ഇവിടെ നമ്മുടെ സ്പൈ ആക്കിയാലോ? മോളൊന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അടാ, ചേട്ടൻ പറഞ്ഞു തന്നതൊക്കെ മോക്ക് മനസ്സിലായല്ലോ? മനസ്സിലായില്ല. പിന്നെ ഇത്ര നേരം എന്ത് പറഞ്ഞിട്ടിരുന്നേ? മനസ്സിലായോ മോളെ? കഴിഞ്ഞ തവണ അവരുടെ പാർട്ടി ജയിച്ചത് അവൻ്റെ ഒറ്റ ഒരടം എടുക്കുകൊണ്ട്. ആ തലച്ചോറ് ഇത്തവണ നമുക്ക് വേണം. അപ്പൊ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണോ തലച്ചോറ്? ആരുടെ? ചേട്ടൻ്റെ. അറ്റാക്കാണോ അച്ഛാ? ഉടനെ വരും. ഇങ്ങനൊന്നും ചോദിക്കില്ല മോളെ, വയസ്സായതല്ലേ. മോളെ, അതല്ല പറഞ്ഞു വന്നത്. അടുത്ത തവണയെങ്കിലും നമുക്ക് അധികാരം പിടിച്ചു മേടിക്കണം. അതിന് അവൻ്റെ ബുദ്ധി നമുക്ക് ഉപയോഗിക്കണം. അതാ അച്ഛൻ പറഞ്ഞത്. അതെങ്ങനെ ഉപയോഗിക്കും? അതിന് അവനെ നമ്മുടെ കൂടെ നിർത്തണം. ഇപ്പൊ നമ്മുടെ കൂടെ ആണല്ലോ നിൽക്കുന്നേ. അതല്ല മോളെ, അവൻ്റെ പാർട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നീ അവനോട് സ്നേഹം അഭിനയിക്കണം. സ്നേഹം നടിച്ച് അവനെ നമ്മുടെ വരുതിയിലാക്കണം. അത് നിന്റെ മിടുക്കം. പോ അച്ഛാ, എനിക്കങ്ങനെ ജീവിതത്തിൽ അഭിനയിക്കാനൊന്നും അറിയത്തില്ല. എൻ്റെ ഈ 32 വർഷത്തെ 33 അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഇന്നേ വരെ ഒരു പുരുഷനോടും ഇത്രയും സ്നേഹം എനിക്ക് തോന്നിയിട്ടില്ല. ഈ സ്നേഹം ആത്മാർത്ഥമാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴോ എൻ്റെ ചിന്നൂട്ടി, 10-30 അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. അവരൊന്നും ഇപ്പോൾ വീട്ടിലോട്ട് വരാത്ത എന്താണെന്ന് നിനക്കറിയാവോ? അവരൊന്നും ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരാത്ത എന്താണെന്ന് നിനക്കറിയാവോ? അതൊന്നും നീ മറക്കരുത്. മോളെ, നമ്മുടെ പാർട്ടിയെ വിജയിപ്പിക്കണം. അതിനുവേണ്ടി നീ ഒരു സ്പൈ ആവണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചില ചോദ്യങ്ങൾ നിനക്ക് പറഞ്ഞു തരും. നീ അത് അവനോട് രഹസ്യമായി ചോദിച്ച് അത് ഞങ്ങളോട് വന്ന് രഹസ്യമായി പറയണം. ഇത്രയും ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ചേട്ടനെ കല്യാണം കഴിച്ചു തരുമോ? ഉറപ്പായിട്ടും കല്യാണം കഴിപ്പിച്ച് തരും. എങ്കിൽ ചേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അങ്ങനെ അറ്റം വരെ മോള് പോകണ്ട, ഒരു പരിധി വരെ. കൺവെട്ടത്ത് നിന്നാൽ മതി. കാരണം അറിയാലോ, ഞങ്ങൾക്ക് അവനെ പേടിയില്ല. അച്ഛാ, എനിക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ഇനിയും എന്ത് വില കൊടുത്തും ഞാൻ നിങ്ങളുടെ ദൗത്യം സ്വീകരിച്ചിരിക്കും. എങ്കിൽ ഇതാണ് നമ്മുടെ പാർട്ടി രഹസ്യ ചിഹ്നം. ഓക്കെയോ? അച്ഛാ, സ്പൈ വർക്ക്.
അവളെ അവന് ശരിക്കും കിടിച്ചു കൊടുക്കൂ. കാര്യം കഴിയുമ്പം അവനെ പുഷ്പം പോലെ ഞാൻ പുറത്താക്കും. അതാണ്. അല്ല അവൾക്ക് അന്നേരം വിഷമമാവത്തില്ലയോ? എന്ത് വിഷമം? അവനേക്കാളും നല്ല ചെക്കനെ കണ്ട അവൾ അവൻ്റെ പുറകെ പൊക്കോളും. ശരിയാ. മാസ് പറഞ്ഞ് കാലൊക്കെ മരവിച്ച്. അല്ല ഞാൻ പറഞ്ഞതിനോട് നീ തീരുമാനമൊന്നും പറഞ്ഞില്ല. എടാ നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി, പക്ഷേ ചിന്നുവിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലടാ. എടാ ഇവിടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, ചിന്നുവിനും ഇഷ്ടമാണ്. നീ വേണം ഇനി തീരുമാനിക്കാം. നീ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കുക. നീ തീരുമാനിക്കാം. സമ്മതമല്ലേ? ഇങ്ങനെ പോയാൽ മണ്ഡലം നമ്മുടെ കയ്യിൽ നിൽക്കോടാ. സ്പൈ വർക്ക് ചെയ്യാ. സ്പൈ സ്പൈ ഇടപെടണ്ട. പയ്യാന്ന്. അയ്യോ, ഓ ഫാൻ ഇട്ടാലോ? ദാണ്ടെ ആ ചെറുക്കനും പെണ്ണും കൂടെ റൂമിൽ കയറി കടവടച്ച്. ഇത് എന്തുവാ ഇത്? ആ അത് നീ നോക്കണ്ട, അത് സ്പൈ വർക്കാ. അതെന്തോ ഈ സ്പയ്യ്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് സ്പൈ എന്നൊന്നുമല്ല പറയുന്നത്, വേറെ പേരാ പറയുന്നത്. നല്ലൊരു തന്ത കൊള്ളാം. പാത്രം ഞാനിത് എവിടെ കൊണ്ട് വെച്ചാ? എന്തുവാ ഇത്? എന്റെ ദൈവമേ, എവിടെ നോക്കിയാൽ ഈ സ്പൈ ആന്നല്ലോ. ഉറപ്പ് അച്ഛ വാക്ക് പറഞ്ഞല്ലേ. എന്താ മോളെ? എന്താ കാര്യം പറഞ്ഞു? എന്താ എന്ത് പറ്റി? അതെ, ഈ ചർച്ച ചെയ്യുമ്പോ ഈ ചുമപ്പ് വട്ടം കത്തിച്ചു വെക്കണോ നിർബന്ധമാണോ? ചർച്ചയുടെ രീതി എങ്ങനല്ലേ? എനിക്ക് അന്ന് തല കറങ്ങുന്ന ഈ പെരുക്ക് മറ്റേ ലൈറ്റ് ഇടാൻ പറ്റുമോ? ഇത് ഓഫ് ചെയ്തിട്ട് മറ്റേ ലൈറ്റ് ഇട്. കുറച്ചും കൊണ്ട് കിടത്താം, അങ്ങോട്ട് ലൈറ്റ് ഓഫ് ചെയ്യാം. മോളെ ഇങ്ങോട്ട് ലൈറ്റ് തട്ടല്ലേ. മോനി ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടണം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ എഴുതി ചേർത്തോളാം. എന്തിന്? ഈ പ്രാവശ്യം ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത് മോനാണ്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പാർട്ടി എൻ്റെ ജീവനാണ്, എന്നെ വളർത്തിയത് പാർട്ടി. ഞാനിത് പ്രതീക്ഷിച്ചു. ഞാൻ അന്നേ പറഞ്ഞില്ലേ. ഒരു കാര്യം ചെയ്, ഇറങ്ങിക്കോ ഇവിടുന്ന്. ഇനി നീ ഇല്ലെങ്കിലും ഇലക്ഷൻ ഞങ്ങൾ ജയിക്കും. നിനക്ക് പകരം ഏത് മൊണ്ണെ നിർത്തിയാലും ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതെ, അതിനേ ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ലേ, ഞാൻ എന്നായാലും പോകേണ്ടവനാണെന്ന് എനിക്കറിയാം. വാടി, നമുക്ക് പോവാം. അവളെ എന്തിനാ കൊണ്ടുപോകുന്നേ? നീ ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങുവാണെങ്കിൽ അവളും എൻ്റെ കൂടെ കാണും. എടാ വിഡ്ഡി, ഇത്രയും നാൾ ഇവൾ നടത്തിയത് സ്പൈ വർക്കാണ്, ചാരപ്പണി. മനസ്സിലായോ? പറഞ്ഞു കൊടുക്കുമോളെ. അതെ, അത് ഞങ്ങളുടെ ഒരു ചാരപ്പണിയായിരുന്നു. അതെ അതെ. അച്ഛാ, ഞങ്ങളുടെ ഒരു ചാരപ്പണിയായിരുന്നു. നിങ്ങളോ? എങ്ങനെ? അച്ഛൻ എന്നോട് പറയരുതെന്ന് പറഞ്ഞ് ഓരോ രഹസ്യങ്ങൾ പറയത്തില്ലേ, അതെൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കര വീർപ്പുമുട്ടല്. അതിപ്പോൾ ഞാൻ ചേട്ടനെ കാണുമ്പോൾ ചേട്ടനോട് അങ്ങ് പറയും അച്ഛൻ്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ. അപ്പം ചേട്ടൻ്റെ കുറച്ച് രാഷ്ട്രീയ കുതന്ത്രങ്ങൾ പറയുമ്പോൾ അതിൽ കുറച്ച് ഫിൽറ്റർ ചെയ്ത് ഞാൻ അച്ഛനോടും അങ്ങ് പറയും. എന്താണെന്നറിയത്തില്ല, എനിക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് പറയും. എന്ത് ചെയ്യാനാ, ഞാനൊരു പൊട്ടി പെണ്ണായിപ്പോയി. എന്താ അങ്ങനെ? എടീ, ഇതിനെ ചാരപ്പണി എന്നല്ല പറയുന്നത്, നാട്ടും പുറത്ത് ഇതിനെ പച്ച മലയാളത്തിൽ പറയും, കൊതിയും നുണയുന്നു. നോണച്ചി.
ഞാൻ നുണച്ചൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്നെ യൂസ് ചെയ്യുമല്ലായിരുന്നോ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്? അല്ലേ അച്ഛാ? അച്ഛൻ അതിന് വേണ്ടിയിട്ടല്ലേ എന്നെ യൂസ് ചെയ്തത്? ഞാൻ യൂസ് ചെയ്തില്ല. അച്ഛാ, എനിക്ക് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തി. അച്ഛൻ ഇനി അച്ഛൻ്റെ മാർഗത്തിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്ക് എലക്ഷൻ ജയിക്കണമെങ്കിൽ ഒരേ ഒരു ഐഡിയ ഉള്ളൂ, പാർട്ടി മാറി ഇങ്ങോട്ടായിക്കോ. ചേർത്തില്ല. കേട്ടല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. 37 വർഷമായിട്ടേ ഞാനും കെട്ടാൻ നിൽക്കുക, 31 വർഷമായിട്ട് അവളും കെട്ടാൻ നിൽക്കുക. നന്ദിയുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് തന്നേന് അങ്ങോട്ടൊരു പണി, അത്രയും നോക്കിയാൽ മതി. അളിയോ, ഞാൻ അങ്ങോട്ട് പോട്ടെ. അടി. ബൈ. അവിടെ ലക്ഷ്യം നടന്നു. അച്ഛാ, അച്ഛൻ്റെ രാഷ്ട്രീയ തന്ത്രം പാളിയ സ്ഥിതിക്ക് എൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. എന്തുവാ? എൻ്റെ വേറൊരുത്തനുണ്ട്. കൊണ്ടുവാ, എന്നിട്ട് തള്ളക്കി ഇട്ടിച്ചു കൊടുക്ക്. ഓരോ ചെറിയ തന്ത്രം. പോടാ, നീ ഡൽഹിക്ക് വന്നിരിക്കുമല്ലയോ? നിന്റെ ഇത് ഉരിയിട, ഞാൻ കഴുകിയിട്ടേക്കാം. പേട്ട് പിടിച്ചൊരു തന്തയും പേട്ട് പിടിച്ചൊരു മോനും, ഇതൊക്കെ ഇവന്റെയൊക്കെ രാഷ്ട്രീയ തന്ത്രം. എന്താ ഇപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായി.